ഹലോ ഹായ്. ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫായിരുന്നേ. സോഫയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഓഫായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇന്നത്തെ പേരൊന്ന് പുറത്ത് പോയേക്കാന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ അപ്പം അഞ്ജലി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ തന്നെയുള്ള അഞ്ജലി. അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പം ചേട്ടായും കൂടെ കൂടി ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി. ഞങ്ങൾ ആക്ച്വലി പോകാൻ വേണ്ടി തീരുമാനിച്ച ക്ലർക്ക് വേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഒരു പ്ലേസ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഫസ്റ്റ് ആക്ച്വലി എൻ്റെ ഒരു ആൻറ്റിയാണ് പറഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ. ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ശരിക്കും ഇത് വെരി ബ്യൂട്ടിഫുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ല. MRT മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലർക്ക് വേ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ നമുക്ക് ചെന്നെത്താൻ പറ്റും, MRT സ്റ്റേഷൻ വരെ. അത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെ പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അത്ര പിടിപാടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് റിവർ സൈഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇട്ട് കൊടുത്തു, ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുത്തു. ഓരോരുത്തരും ഓരോന്നിട്ടുമ്പോഴത്തേനും വ്യത്യാസം കാണിക്കുന്നുള്ളത് തോന്നി. ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ചതിക്കുകയാണോ എന്ന് തോന്നി. പക്ഷേ എങ്കിലും അവസാനം ഞങ്ങൾ എത്തിപ്പിടിച്ച് അവസാനം ഞങ്ങൾ സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞപ്പം പറയാനൊന്നുമില്ല. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് നല്ല പ്ലേസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ്സും കാര്യങ്ങളുമായിട്ട് കാണാൻ തന്നെ ഉണ്ട്. നമ്മുടെ കണ്ണിന് ശരിക്കും ഭയങ്കര ഒരു കുളിർമയേകുന്നതാണ്. നമ്മൾ പോയത് എന്തായാലും വേസ്റ്റ് ആകത്തില്ല. വൺസ് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പോകേണ്ട സ്ഥലം തന്നെയാണ്. അവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളും കിട്ടും. ആക്ച്വലി ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചാണ് വീഡിയോ എടുത്തത്. ഞാൻ എൻ്റെ മൈക്ക് എടുക്കാൻ മറന്നുപോയായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഫോണിൽ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൗണ്ടും കൂടെ റെക്കോർഡ് ചെയ്തപ്പോഴത്തേനും ഭയങ്കര പുറത്തുനിന്നുള്ള വേറെ നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഓഫ് നോയ്സ് ആയിട്ടിടുന്നത്, അതിൻ്റെ ഇതിടാതെ. ഈ ക്ലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും, അതേപോലെ തന്നെ ഈ സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരുപാട് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അവിടെ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇപ്പം തന്നെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഏത് തരം ഫുഡ് വേണമെന്ന് മാത്രം നോക്കിയാൽ മതി അവിടെ. അതുപോലെ ഇപ്പം കാണുന്ന പോലെ ആ ഒരു ലൈറ്റ്സ് കൊണ്ട് തന്നെ അവർ ആ ഒരു പർട്ടിക്കുലർ സ്ഥലം എത്ര മനോഹരമായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. എന്ത് രസമെന്ന് നോക്കി. സത്യമായിട്ടും ഞാനിവിടെ വന്നതിൽ ഞാൻ ഒരിക്കലും പേടിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് എനിക്കിതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതവിടെ കാണാനായിട്ട് തന്നെ. വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയാട്ടോ കാണാൻ ഇതൊക്കെ. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫുഡ് കോർട്ടുകളാണ്. അവിടെ ഫുഡ് കോർട്ട്, അതുപോലെ പബ്ബ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻട്രി ചെയ്യാം, വേണമെങ്കിൽ ഓക്കെ നമുക്ക് ഇത് ചെയ്യാം. ഫുഡ് കോർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫുഡുകൾ കിട്ടും. ഇപ്പോൾ തുർക്കിഷ് വേണമെങ്കിൽ തുർക്കിഷ് കിട്ടും, കൊറിയൻ വേണമെങ്കിൽ കൊറിയൻ കിട്ടും, ചൈനീസ്, ഇന്ത്യൻ ഫുഡ്, ഹലാൽ ഫുഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഈ ഒരു അക്വേറിയം പോലെ കാണുന്നതിനകത്ത് ജീവനുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഞണ്ടാണെങ്കിലും അവിടുത്തെ അപ്പുറം കാണുന്ന ആ ഒരു ഐറ്റം ആക്ച്വലി എനിക്കറിയില്ല, അതിൻ്റെ പേരെന്താണെന്നറിയില്ല. അതിന് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇപ്പറേ ഞണ്ടുണ്ട്, ഞണ്ട് ഫ്രൈ, അങ്ങനെ പല ഐറ്റംസും കിട്ടും. ഞങ്ങൾ കയറിയില്ല കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ പോക്കറ്റ് മണി അതിന് ബഡ്ജറ്റിന് തികയോ എന്ന് ഞങ്ങൾക്ക് നമുക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഇവൻ കയറുവാണെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. ഇനിയൊരു മറ്റൊരു സമയത്ത് വരുമ്പോഴത്തേനും അവിടെ കയറാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അവിടെ ഡ്രിങ്ക്സ്, ഫുഡ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ ആ ഒരു വൈബിൽ, ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, നല്ല രസമാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ നടന്നു ഞങ്ങളുടെ സ്ഥലത്തെത്തി. Actually, it's look like very nice.
കാണുന്ന അവിടെയായിട്ട് കുറേ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സുണ്ട് കാണാൻ. ഇന്നത്തെ അപ്പം അംഗം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പതുക്കെ തിരിച്ചു പോകാൻ വേണ്ടി മടുത്തു ശരിക്കും. ഇപ്പം ഒന്നും കഴിച്ചില്ല. രാവിലെ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചില്ല. ഡയറക്റ്റ് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങി മടുത്തു എല്ലാവരും. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു. ഇപ്പം ഞങ്ങൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാനോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം. ഹലോ, ഞാൻ പറഞ്ഞായിരുന്നു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇടാമെന്ന്. ആക്ച്വലി ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും പോയില്ല. ഞാൻ ഇവിടെ 7-Eleven നിന്ന് തിരിച്ച് വന്ന വഴിക്ക് ഞാൻ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു വേറെ. അപ്പോൾ അവളുമാർക്ക് ഫുഡ് അവളുമാർ റൂമിലുണ്ട്. അഞ്ജലിയും ചേട്ടായി അവരുടെ റൂമിലേക്ക് പോയി. അപ്പം ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി വേറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവുക, നേരെ പോയി കിടന്നുറങ്ങുക. അതാണ്. നാളെ ദൈവാനുഗ്രഹം കൊണ്ട് ഓഫാണ്, വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. 12 മണി വരെയെങ്കിൽ 12 മണി വരെ കിടന്നുറങ്ങുക. അതാണ് ഇനി എൻ്റെ ഫോക്കസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.